നമസ്കാരം. കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരം എന്നത് അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഒരു വിഹാര കേന്ദ്രമായി മാറിയിട്ട് ഒരുപാട് നാളായി. ആദ്യം ഇവർ വീട് നിർമ്മാണം, കെട്ടിട നിർമ്മാണമായിരുന്നുവെങ്കിൽ ഇപ്പോൾ എല്ലാ സ്ഥാപനങ്ങളിലും, അതായത് ടൈലർ ഷോപ്പുകളിൽ വരെ അന്യസംസ്ഥാന തൊഴിലാളികൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇന്നലെ തിരുവനന്തപുരം മണക്കാട് ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് ഉണ്ടായത്. അതായത് കേരളത്തിൽ നടക്കാൻ പോകുന്ന ഒരു സംഭവത്തിന്റെ ട്രെയിലറാണ് ഇന്നലെ തിരുവനന്തപുരം മണക്കാട് അരങ്ങേറിയത് എന്ന് വേണമെങ്കിൽ പറയാം. മണക്കാട് പലസ്തീൻ അനുകൂല പോസ്റ്ററുകൾക്ക് പിന്നിൽ ഗൂഢലക്ഷ്യവും ഒരു വർഗീയ കലാപവും ലക്ഷ്യമിട്ടാണ് എന്നത് ഇതിനോടകം തന്നെ ഇന്നലെ നടത്തിയ അന്വേഷണത്തിൽ തെളിഞ്ഞു കഴിഞ്ഞു. പിന്നാലെ ചടുല വേഗത്തിൽ കൊച്ചിയിൽ നിന്നും NIA സംഘം പറന്ന് തിരുവനന്തപുരത്തേക്ക് എത്തി. പ്രാഥമിക വിവരങ്ങളെല്ലാം ശേഖരിച്ചു കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള തൊഴിലാളികൾ കേരളത്തിൽ എത്ര അന്യസംസ്ഥാന തൊഴിലാളികൾ ഉണ്ട് എന്നത് സർക്കാരിന്റെ കയ്യിൽ കണക്കുകളില്ല. കേരളത്തിൽ അവർ ദുബായ് പോലെയാണ് കാണുന്നത്. അതൊരു ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ്. മണക്കാട് UAE കോൺസുലേറ്റിന് സമീപത്തെ അൽ ഹസൻ ഹോട്ടലിലെ ജീവനക്കാരനായ മുഹമ്മദ് ഇക്ബാൽ പടനാവ് ലൈനിലാണ് ഇവർ താമസിക്കുന്നത്. ഇവിടെ പോലീസ് നടത്തിയ പരിശോധനയിൽ ഭീകര സ്വഭാവമുള്ള ലഘുരേഖകൾ കണ്ടെത്തിയിരുന്നു. ഇവിടെ നിന്ന് പിടിച്ചെടുത്ത ബംഗാളി വിലാസത്തിലുള്ള തിരിച്ചറിയൽ കാർഡ് വ്യാജമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. മുഹമ്മദ് ഇക്ബാൽ പോലീസിന് നൽകിയ മൊഴിയിലും നിരവധി പൊരുത്തക്കേടുകളുണ്ട്. ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുന്ന ഇയാൾ സാധാരണ ഹോട്ടലിൽ തൊഴിലാളിയായി എത്തിയതും സംശയത്തിന് ഇടയാക്കുന്നുണ്ട്. കൃത്യമായ പരിശീലനം ലഭിച്ചതുപോലെയാണ് ഇയാളുടെ പെരുമാറ്റം. വ്യത്യസ്തമായ മൊഴികൾ പറയുന്നതും കൊണ്ട് തന്നെയാണ് NIA എത്തിയത്. സാമൂഹ്യ സ്പർദ്ധയ്ക്കും കലാപ ലക്ഷ്യത്തിനുമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. കൂടുതൽ വകുപ്പുകൾ കൂട്ടിച്ചേർക്കുന്ന കാര്യവും പരിശോധിക്കുന്നതായി ഫോർട്ട് പോലീസ് തന്നെ അറിയിച്ചിട്ടുണ്ട്. താൻ ഒറ്റയ്ക്കാണ് പോസ്റ്റർ ഒട്ടിച്ചത് എന്ന ഇയാളുടെ മൊഴി പോലീസ് ഇതുവരെയും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. കൂട്ടാളികളെ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. പരിശീലനം ലഭിച്ച ആൾ പോലെയാണ്, അതായത് വലിയ രീതിയിൽ ഈ സ്വദേശിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട് എന്നും ഇംഗ്ലീഷ് ഭാഷ അനായാസം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ പോലീസിനും NIAയ്ക്കും വലിയ രീതിയിൽ സംശയമാണ്. കാരണം നല്ലപോലെ ഇംഗ്ലീഷ് പറയുന്ന ഒരു വ്യക്തി എന്തിനാണ് ഹോട്ടലിൽ വന്ന് തൊഴിലാളിയായിട്ട് നിൽക്കുന്നതെന്നാണ് സംശയം ഉളവാക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നഗരത്തിൽ നടന്ന പല സംഭവങ്ങൾക്ക് പിന്നിലും ആസൂത്രണമായ സ്വഭാവം ഉണ്ടെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസിയായ NIAയുടെ കണ്ടെത്തൽ. തീവ്രവാദികളുടെ സാന്നിധ്യമാണ് വിരൽ ചൂണ്ടുന്നത്. നഗരത്തിലെ പല പോക്കറ്റുകളിൽ മത തീവ്രവാദികൾക്ക് സുരക്ഷിതമായ താവളം ഒരുക്കുന്നവരുമുണ്ട്. ചില ഹോട്ടലുകളിൽ മൊബൈൽ ഷോപ്പുകളും ചില റെഡിമെയ്ഡ് ഷോപ്പുകളും ഇറച്ചിക്കടകൾ തുടങ്ങി ഇതര സംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്ന നിരവധി സ്ഥാപനങ്ങൾ നമ്മുടെ തിരുവനന്തപുരം നഗരത്തിലുണ്ട്. ചില സ്ഥലങ്ങളിൽ യാതൊരു മാനദണ്ഡവും പാലിക്കാതെ ഇതര തൊഴിലാളികളെ താമസിപ്പിക്കുന്ന ലേബർ ക്യാമ്പുകളും പ്രവർത്തിക്കുന്നുണ്ട്. ബ്യൂട്ടി പാർലറുകൾ അടക്കം ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കൈവെള്ളയിലാണ്. 10-15 പേർ വീതമുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകളായാണ് ഇവർ താമസിക്കുന്നത്. ഓരോ മാസവും ആളുകൾ മാറിക്കൊണ്ടേയിരിക്കും. ആരൊക്കെയാണ് വരുന്നതെന്നോ താമസിക്കുന്നതെന്നോ സമീപവാസികൾക്കോ പോലീസിനോ പോലും അറിയില്ല. ഇവരിൽ കൊടും കുറ്റവാളികൾ മുതൽ തീവ്രവാദ സംഘടനകളിലെ അംഗങ്ങൾ വരെയുണ്ട്. വ്യാജ തിരിച്ചറിയൽ കാർഡുകളുമായാണ് ഇവർ ലേബർ ക്യാമ്പുകളിൽ താമസിക്കാൻ എത്തുന്നത്. ഇത്തരക്കാർ കാരണം ജോലി ചെയ്ത് ജീവിക്കാൻ വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളെ വരെ ജനങ്ങൾ സംശയത്തോടു കൂടിയാണ് കാണുന്നത്. നിരപരാധികളായ അന്യസംസ്ഥാന തൊഴിലാളികൾ വരെ ജനങ്ങളുടെ മുന്നിൽ സംശയത്തിന്റെ മേലിലാണ്. ഇത്തരത്തിൽ മത തീവ്രവാദികൾ താവളമാക്കുന്ന സ്ഥലങ്ങളിൽ മണക്കാട്, കമലേശ്വരം, അമ്പലത്തറ, മുട്ടത്തറ തുടങ്ങിയ പ്രദേശങ്ങളും ഉണ്ട് എന്നതാണ് അതീവ ഗൗരവം ഉളവാക്കുന്നത്. അനധികൃത മതപഠനശാലകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു മാസം മുമ്പാണ് അമ്പലത്തറ പരുത്തുകുഴി അമ്മച്ചിമുക്കിൽ സ്ഥാപിച്ചിരുന്ന ഭാരതാംബയുടെ ചിത്രം ഇരുട്ടിന്റെ മറവിലെത്തിയ സുന്നി മതപഠന വിദ്യാർത്ഥികൾ കുത്തിക്കേറി വികൃതമാക്കിയത്. അന്യമത വിദ്വേഷകരും രാജ്യവിരുദ്ധരുമായ ഇവരെയൊക്കെ പഠിപ്പിക്കുന്ന ഇതര അനധികൃത മതപഠനശാലകൾ നിയന്ത്രിക്കുന്നത് സർക്കാരോ പോലീസോ ഇതുവരെ തയ്യാറായിട്ടില്ല ഇതിലേക്ക് നിയന്ത്രിക്കാൻ. ഹിന്ദു ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ ദേവി ദേവന്മാരുടെയും ഹൈന്ദവ സംഘടനകളുടെയും പോസ്റ്ററുകളും ബോർഡുകളും നശിപ്പിച്ച് സാമുദായിക ധ്രുവീകരണം, വർഗീയ സംഘർഷവും സൃഷ്ടിക്കുന്നു. അത് മാത്രമല്ല, നാട്ടിൽ അശാന്തി പടർത്തുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. അത് തന്നെയാണ് മതപഠന ക്ലാസ്സുകളിൽ ഇവരെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഹിന്ദുത്വം, അതായത് ഹിന്ദുക്കൾ കൂടുതലുള്ള സ്ഥലങ്ങൾ, അമ്പലങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ ചെന്ന് ദേവികളുടെയും അതുപോലെ തന്നെ ദേവന്മാരുടെയും പോസ്റ്ററുകളെല്ലാം, ഉത്സവ പോസ്റ്ററുകളെല്ലാം കുത്തിക്കേറി അവിടെ ഒരു ഹിന്ദു മുസ്ലിം കലാപം വീണ്ടും സൃഷ്ടിക്കുക. അത് തന്നെയാണ് മതപഠന ക്ലാസ്സുകളിലുള്ള ഇമാന്മാരും അതുപോലെ തന്നെ മുസ്ലിം മുല്ലാക്കന്മാരും പഠിപ്പിച്ചു വിട്ടുകൊടുക്കുന്നത്.